തൃശൂർ റൂറൽ എസ്.പിയുടെ ക്വാർട്ടേഴ്സിലെ കറണ്ട് ബില്ലടച്ചത് പോലീസുകാരിൽ നിന്ന് പിരിച്ച അമ്യൂണിറ്റി ഫണ്ട് ഉപയോഗിച്ച് 36,000-ലധികം രൂപയാണ് റൂറൽ എസ്.പിയുടെ ക്വാർട്ടേഴ്സിനുള്ള കറണ്ട് ബില്ല്. അമ്യൂണിറ്റി ഫണ്ട് യോഗത്തിന്റെ മിനിറ്റ്സിന്റെ പകർപ്പ് 24 ലഭിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത്തരത്തിൽ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണല്ലോ ശ്രീജിത്ത്, എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ? വിവരങ്ങൾ. ഉന്മേഷ, കൃത്യമായ രീതിയിൽ PHQവിൽ നിന്ന്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു നിർദ്ദേശം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഉത്തരവുണ്ട്. അത് ക്വാർട്ടേഴ്സിൽ ആരാണോ താമസിക്കുന്നത് അവരുടെ ബില്ല്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് അടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ, അവിടെ താമസിക്കുന്ന ആളുകൾ തന്നെ അടയ്ക്കണമെന്നാണ് പറയുന്നത്. 2025-26 വർഷത്തിലെ കറണ്ട് ബില്ലാണ് ഈ തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കറണ്ട് ബില്ല്, ക്വാർട്ടേഴ്സിലെ കറണ്ട് ബില്ലാണ്. അത് ഒരു 12,581 രൂപ, 7,720 രൂപ, ഇത് കൂടാതെ ഒരു 8,000 രൂപ, അങ്ങനെ 36,000-ലധികം വരുന്ന രൂപയാണ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ അവിടെ നിന്ന് അടച്ചു. പോലീസുകാരുടെ അമ്യൂണിറ്റി ഫണ്ടിൽ നിന്ന്, അതായത് പോലീസുകാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഫണ്ടാണ് ഈ അമ്യൂണിറ്റി ഫണ്ട്. എല്ലാ മാസവും ചെറിയ തുക പോലീസുകാരിൽ നിന്ന് പിരിക്കുന്ന തുകയാണ്. ആ അമ്യൂണിറ്റി ഫണ്ടിൽ നിന്ന് അടച്ചു എന്ന തരത്തിലുള്ള രേഖകൾ പുറത്തു വരുന്നത്. ഈ രേഖകൾ പുറത്തു വരുന്നത് 2025-ലെ രേഖയും 2026-ലെ രേഖയുമാണ്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കർശനമായ നിർദ്ദേശമുണ്ട് എന്ന് 2025-ലെ രേഖയിൽ തന്നെ ഈ പോലീസ് അമ്യൂണിറ്റി ഫണ്ട് കമ്മിറ്റി യോഗം, ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ചിരിക്കുന്നത് പോലും ഈ തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ്. എന്തായാലും ഇത് കൃത്യമായ രീതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഈ 6/5/2026 12 മണിക്ക് ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് 5ാമത്തെ അജണ്ടയായി 2024 വർഷത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് വൈദ്യുതി ബിൽ നൽകിയ ഇതിൽ നിന്നും ചെലവായ 12,581 രൂപ, 7,770 രൂപ, 7,765 രൂപ, 8,269 രൂപ എന്നീ തുകകൾ അമ്യൂണിറ്റി ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കുന്നതിന് നിർദ്ദേശിച്ചിട്ടുള്ളതിനാണ് നടപടി. C1 സെക്ഷൻ എന്ന പേരിലാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ അമ്യൂണിറ്റി ഫണ്ട് കമ്മിറ്റി എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഫണ്ട് അടച്ചിരിക്കുന്നത് കൃത്യമായ രീതിയിൽ അവിടെ നിന്ന് തന്നെയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസുകാർക്കിടയിൽ കർശനമായ രീതിയിലുള്ള ഒരു അതിർത്തി നിലനിൽക്കുന്നുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.